വളാഞ്ചേരി നഗരസഭയ്ക്ക് കീഴിലെ പൊതുവിടങ്ങളും കെട്ടിടങ്ങളും തിയേറ്ററുകളും ആശുപത്രികളും ഭിന്നശേഷി സൗഹൃദമാക്കണമെന്നാവശ്യപ്പെട്ട് ഡിഫറന്റ്ലി ഏബിൾഡ് ഫെഡറേഷൻ കേരള ഭാരവാഹികൾ നഗരസഭയ്ക്ക് പരാതി നൽകി. നഗരസഭ ഭിന്നശേഷി സൗഹൃദമല്ലെന്ന ഭിന്നശേഷിക്കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് DAFK ഭാരവാഹികൾ നഗരസഭാധികൃതരെ സമീപിച്ച് പരാതി നൽകിയത്. DAFK സംസ്ഥാന ഭാരവാഹികൾ വളാഞ്ചേരി നഗരസഭയിലെത്തുകയും നഗരസഭാധ്യക്ഷനും നഗരസഭാ സെക്രട്ടറിയും പരാതി നൽകുകയുമായിരുന്നു. 15 ദിവസങ്ങൾക്കകം പരാതിയിൽ രേഖാമൂലം മറുപടി നൽകിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. നമ്മൾ ഈ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ടിലാണുള്ളത്. ഇവിടെ വരാനുണ്ടായ കാരണം നമ്മുടെ ഭിന്നശേഷി ആക്ട് പ്രകാരം, അതായത് 2016 ഭിന്നശേഷി ആക്ട് പ്രകാരം മുനിസിപ്പാലിറ്റിൻ്റെ കീഴിൽ, അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ കീഴിൽ, പഞ്ചായത്തിൻ്റെ കീഴിൽ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലൊക്കെ വരുന്ന ബിൽഡിങ്ങുകൾ എല്ലാം തന്നെ 100% ഭിന്നശേഷി സൗഹൃദമാക്കണം എന്നുള്ള നിയമമുണ്ട്. അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാ ബിൽഡിങ്ങുകളും ഇപ്പോൾ 2015 ആക്ട് ഇറങ്ങിയതിന് ശേഷം ഉള്ള പൊങ്ങിയിട്ടുള്ള ഒരു ബിൽഡിങ്ങിനും 100% ഭിന്നശേഷി സൗഹൃദമല്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി താമസിക്കുന്ന ഒരുപാട് ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തികൾ അവരുടെ പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ വന്നിട്ടുള്ളത്. ഇവിടെയുള്ള മിക്ക ബിൽഡിങ്ങുകളും സിനിമാ ടാക്കീസ് ആവട്ടെ, ഓഡിറ്റോറിയങ്ങളാവട്ടെ, അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളാവട്ടെ, അതുപോലെ തന്നെ അപ്പോൾ എല്ലാവരും എത്തിപ്പെടുന്ന ഹോസ്പിറ്റലുകൾ, ഇപ്പോൾ ഒന്നും തന്നെ 100% ഭിന്നശേഷി സൗഹൃദമല്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്കും അതുപോലെ തന്നെ ചെയർപേഴ്സണും രണ്ടുപേർക്കും നേരിട്ട് നിവേദനം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. വളാഞ്ചേരി മുനിസിപ്പാലിറ്റിൻ്റെ മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. DFK എന്ന സംഘടന ഇവിടെയുള്ള ഭിന്നശേഷിക്കാരുടെ പരാതി കിട്ടിയ അടിസ്ഥാനത്തിലാണ് സംഘടന ഇവിടെ സംസ്ഥാന കമ്മിറ്റി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ പുതുതായി 2016 ശേഷം നിർമ്മിച്ച പല ബിൽഡിങ്ങുകളും ഭിന്നശേഷി സൗഹൃദമെല്ലാമെന്നും പഞ്ചായത്തിലേക്ക് അടക്കം ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് വരാൻ തന്നെ ഭിന്നശേഷിക്കാർക്ക് വളരെ പ്രയാസമാണെന്നും ഞങ്ങളിവിടെ വന്ന അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. അതിന് മറുപടി മുനിസിപ്പാലിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കറക്റ്റായിട്ടുള്ള മറുപടി അല്ല എന്നുണ്ടെങ്കിൽ സംഘടന അതിന് വളരെ ശക്തമായി പ്രതിഷേധം ഉണ്ടായിരിക്കും. ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ പരാതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വളാഞ്ചേരിയിൽ എത്തിയിട്ടുള്ളത്. DAFK സംസ്ഥാന പ്രസിഡന്റ് സക്കറിയ കൂട്ടായി, സംസ്ഥാന സെക്രട്ടറി റഷീദ് വെള്ളച്ചാൽ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് അസ്ലം, ഫൈസൽ, റിയാസ് കൽപ്പകഞ്ചേരി, ഷിഹാബ് എടയൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. അമ്മേ, എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി. അമ്മയ്ക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ടടാ. പറയമ്മേ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, KSF-ൽ ഒരു ചിട്ടി ചേരി. KSF? ഹായ് വേണുമാമ. എന്താ ഒരു ചിരി? നീ ഇരിക്കുന്ന MNC ജോലിക്കുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി KSF ചേർന്ന് ഉണ്ടാക്കിയതാ. നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനുള്ള ചേച്ചിയുടെ ധൈര്യം KSF ആയിരുന്നു. KSF-യുടെ പുതിയ ഹാർമണി ചിട്ടിയുണ്ട്, ഉടനെ നീ അതിൽ ചേരണം. KSF ഹാർമണി ചിട്ടികൾ. അമ്മേ, KSF ചിട്ടിയിൽ ഞാൻ ചേർന്നു കേട്ടോ. നന്നായടാ. അമ്മയ്ക്ക് മോനും ഇപ്പോൾ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട്. KSF ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSF, ഈ നാടിന്റെ ധൈര്യം.